السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് സുന്നി ക്ലാസ്. ഹജ്ജിനെ സംബന്ധിച്ചുള്ള ഫർളുകളും സുന്നത്തുകളുമായിട്ട് വിവരിക്കുക ഉദ്ദേശിക്കരുത്. ഹജ്ജിക്ക് പുറപ്പെട്ട ആൾമാറും അങ്ങ് അത് സംബന്ധപ്പെട്ട ക്ലാസ്സുകൾ അങ്ങ് കിട്ടിയിട്ടിരിക്കണം. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ കൂടെ അതിലെ ഫർളുകളും സുന്നത്തുകളും അതുമായി സംബന്ധപ്പെട്ട ചില മസാലകൾ മാത്രമായിട്ട് നാം വിവരിക്കുക ഉദ്ദേശിക്കരുത്. ഹജ്ജിലെ ഇബാദത്തുകൾ 3 രീതിയിലുണ്ട്. ഒന്നാമത്തേത് അർക്കാൻ ചൊല്ല് ഫർളുകൾ, രണ്ടാമത്തേത് വാജിബാത്തുകൾ ചൊന്നിട്ടുണ്ട്, മൂന്നാമത്തേത് സുന്നത്തുകൾ. സാധാരണ നിസ്കാരങ്ങളിലൊക്കെ ഫർളും സുന്നത്തുമായിട്ടായിട്ട് പ്രധാനപ്പെട്ട് ചെണ്ടുകാണ്ട്. പക്ഷെ ഹജ്ജില് അറുക്കാൻ ഫർളുകള്, അതുപോലെ വാജിബാത്തുകള്, സുന്നത്തുകൾ. അപ്പൊ ഈ ഫർള് അറുക്കാനും ചൊല്ലതും വാജിബാത്തുകളും ചൊല്ലതും വ്യത്യാസമുണ്ട്. ഈ വാജിബാത്തുകൾ രണ്ടാമെന്നാ ചൊന്നല്ലേ, അത് വിട്ടുപോയെങ്കിൽ അവിടെ മൃഗത്തെ അറുത്തു കൊടുത്തുകൊണ്ട് അതിനെ ശരിയാക്കുക ഓർമ്മ. ഫർളുകൾ അങ്ങനെയല്ല. ഒന്നാമത് അത് ചെയ്തിട്ടേ വേണം. അപ്പൊ ഒന്നാമതായി നമുക്ക് ഹജ്ജിലെ ഫർളുകളെ സംബന്ധിച്ച് നമുക്ക് ചൊല്ലാം. 6 ഫർളായിട്ട് ഹജ്ജുള്ളത്. ഒന്നാമത്തേത് ഇഹ്റാം കെട്ടുക എന്നതായിട്ട് ഒന്നാമത്തെ ഫർള്. ഇഹ്റാം കെട്ടുന്നെങ്കിൽ ഞങ്ങളുടെ ഭാഷയില് അത് കെട്ടിടേന്ന് ചൊല്ലാം, അല്ലാണ്ട് ഇവിടെ കെട്ടുകയൊന്നുമില്ല. സാധാരണ അതൊരു ഭാഷയിൽ അങ്ങനെ ആയിട്ട് വന്നത്. ഇഹ്റാം ചെന്നെങ്കിൽ നീയത്താക്കിടേ എന്നായി. ഞങ്ങൾ നിസ്കാരത്തിൽ ഇന്ന നിസ്കാരം നിസ്കരിക്കല എന്ന് നീയത്താക്കില്ലേ എന്നതുപോലെ നോമ്പുകൻ അങ്ങ് നീയത്ത് വെക്കുന്ന പോലെ ഹജ്ജിക്ക് നീയത്ത് വെക്കലായിട്ടിക്കരുത്. അള്ളാഹുബേനായി ഹജ്ജ് ചെയ്യുവാനാണ് കരുതിയ എന്ന്. നവൈത്തുൽ ഹജ്ജത വഹറംതു ബിഹാ ലില്ലാഹി തആല. അള്ളാഹു തആലക്ക് ഹജ്ജ് ചെയ്യുവാനാണ് കരുതിയ, ആ ഹജ്ജിക്ക് ഞാൻ ഇഹ്റാമാക്കേ എന്നുള്ള. അപ്പൊ ഇഹ്റാം ചെന്നെങ്കിൽ ഞങ്ങൾ ഇപ്പൊ അള്ളാഹു അക്ബർ നിസ്കാരത്തെ നീയത്ത് വെച്ച് കൈകെട്ടിയെങ്കിൽ അതൊക്കെ തക്ബീറത്തിൽ ഇഹ്റാം ചെന്നെങ്കിൽ ಇದಕ್ಕೆ ಮುನ್ನಲು ನಂಗೆ ಈ ನಿಸ್ಕಾರത്ത് കൈകെട്ടിരിക്കുമ്പോൾ നമുക്ക് പലക്കറിയಂತ ചിരിക്കಂತ നമുക്ക് എങ്ങനെ പേനെ അപ്പുറ തിരിയಂತ ഇപ്പുറ തിരിയಂತ ഇതെല്ലാം ആവുന്നത്. അള്ളാഹു അക്ബർ നിസ്കാരത്തെ നീയത്ത് വെച്ച് കൈകെട്ടിയില്ല ഞങ്ങൾ പിന്നെ അടുത്തിട്ട് പലക്കറിയ തീര മുന്നൊരു ഹലാലായത് പിന്നെ ഹറാമാവും. അതുകൊണ്ടായിട്ട് ഇതൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേ എന്നതുപോലെ ഹജ്ജിക്ക് ഞങ്ങൾ ഇഹ്റാം കെട്ടുന്ന ചൊന്നെങ്കിൽ ആ നീയത്ത് വെച്ചാൽ പിന്നെ അതൊക്കെ മുന്നൊരു ഹലാലായ ചില കാര്യങ്ങൾ പിന്നെ ചെയ്യുക തീറാം. ഉദാഹരണക്ക് തല മറക്കുക തീറ, ആണിങ്ങ തലക്ക് തട്ടിടുക തീറ, പെണ്ണിങ്ങ കൈക്ക് കവറിടുക തീറ, സെന്റിടുക തീറ. അപ്പൊ ഇത് മുന്നൊരു ഹലാലായിട്ട് പിന്നെ ഹറാമാവും. അപ്പൊ ഇതൊക്കെയായിട്ട് ഈ ഹറാം കെട്ടുന്ന ചൊന്നെങ്കിൽ ഹജ്ജിക്ക് അല്ലെങ്കിൽ ഉംറത്തുക്ക് നീയത്ത് വെക്കുക എന്നായിട്ട്. അപ്പൊ അതാ ഒന്നാമത്തത് ഏത് ഇഹ്റാം ആക്കരെ, ഹജ്ജിന് നീയത്താക്കരെ. അള്ളാഹു താലക്ക് പേനായിട്ട് ഞാൻ ഹജ്ജ് ആക്കരെ, ഹജ്ജിക്ക് കരുതരെ, ആ ഹജ്ജിക്ക് ഞാൻ ഇഹ്റാം കെട്ടറെ എന്നുള്ള അതാ ഒന്നാമത്തെ ഫർള്. ഇത് ഇല്ലാണ്ട് ഹജ്ജ് അങ്ങനെ അവിടെ ഹജ്ജ്. അപ്പൊ ഒന്നാമത്തെ തന്നെ ഇത്. രണ്ടാമത്തെ ഫർള് അറഫയിൽ നിൽക്കുക എന്നുള്ളത്. അറഫയിൽ നിൽക്കാൻ ചെന്നെങ്കിൽ ഈ അറഫ മൈതാനിയിൽ സാധാരണ ഉംറത്തെല്ലാം പോയെങ്കിൽ ഗത്തിക്കിട് അല്ലെ ബാക്കി നിങ്ങൾ ചൊന്ന് കേട്ട ഒന്നായിട്ട് ഇവിടെ അറഫ മക്കയിലെ കുറെ അപ്പുറത്തുള്ള ഒരു ഗ്രൗണ്ട് അല്ലെ വലിയൊരു ജാഗ. അപ്പൊ അറഫാൻ ചൊല്ലൊരു ഭൂമി, ആ ഭൂമിയിൽ വേണം. ഇത് ഹജ്ജിലെ പ്രധാനപ്പെട്ട ഒരു ഫർളാണ്. അൽ ഹജ്ജു അറഫാന്റെ നിമിത്തങ്ങൾ ചൊന്നത് ഹജ്ജിൻ ചൊല്ലത് അത് അറഫയായിട്ടിക്കരുത് ചൊന്നെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഫർളായിട്ട് അറഫ. ദുൽഹിജ്ജ ഒലിമ്പോടുണ്ട് ലുഹുറിൽ പിന്നെ ആ പ്ലേസ് അറഫാൻ ചൊല്ല ആ ഭൂമിയിൽ അവന് വേണം, അവിടെ നിക്കണം, എല്ലാരെങ്കിലും അവിടെ വേണം. അപ്പൊ ഇത് വിട്ടുപോയി എന്താക്കുകയില്ലേ, ഇതിനെ പരിഹരിക്കുകയില്ലേ. അപ്പൊ അത് ഹജ്ജിലെ വാജിബാത്തിൽ ഹജ്ജിലെ ഫർളുകളിൽ രണ്ടാമത്തേത് അറഫയിൽ നിൽക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് ഇഫാദത്തുൽ തവാഫ്. ഇഫാദത്തുൽ തവാഫായിട്ട് മൂന്നാമത്തെ ഫർള്. കഅബയില് ഹജ്ജ് ചെയ്യുമ്പോൾ
അതിൽ ഈ കഅബയുടെ ഹജ്ജ് ചെയ്യുമ്പോൾ കഅബയുടെ വന്ന് തവാഫാക്കടേ, അത് ഈ ഇഫാദത്ര തവാഫും ചെന്ന് പെരുന്നാളിലണ്ട് ചെയ്ത തവാഫായിട്ടിക്കണം. തവാഫ് ജണ്ണുണ്ട്, ഒന്നിനങ്ങ് ഏറാം കെട്ടി പോയ ഉടനെ ഒരു തവാഫാക്കലുണ്ട്, അതൊക്കെ കുതൂമിന്റെ തവാഫും ചെല്ലൻ. പിന്നൊന്ന് പെരുന്നാളിലണ്ട് ചെയ്യേണ്ട തവാഫുണ്ട്. പെരുന്നാളിന്റെ ജാവ് പാതി ആയാൽ പിന്നെ അതിലെ സമയമായിട്ടിരിക്കുന്നത്. അപ്പൊ പെരുന്നാളിലണ്ട് അത് ഈ കല്ലെറിഞ്ഞ് വന്ന് തലമുടി കളഞ്ഞിട്ട് ചെയ്ത ഒരു തവാഫായിട്ടിരിക്കുന്നത്. പെരുന്നാളിലണ്ട് ചെയ്ത ആ ഇഫാദത്ര തവാഫും ചൊല്ലത് അത് ഹജ്ജിലെ ഫർളായിട്ടിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ഫർളായത്. നാലാമത്തേത് സഫ മറുവയുടെ ഇടയിൽ സഈ ചെയ്യുക എന്നുള്ളത്. സഫത്തെ മറുവത്തും മറുവത്തെ സഫത്തും അപ്പുറം പോണ 7 വട്ടം. അഞ്ചാമത്തേത് തലമുടി നീക്കുക, തലയുടെ മുടി വടിക്കുക അല്ലെങ്കിൽ കത്തിരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പൊ 5 ഫർളായത്. ആറാമത്തെ ഫർള് ഇതിൽപ്പെട്ട പ്രധാന ഫർളുകളിടയിൽ തർത്തീബ് വേണം. തർത്തീബ് എന്ന് ക്രമപ്രകാരം, അതായത് ഒന്നാമത്തേത് ഇഹ്റാം കെട്ടുക, ഇത് എല്ലാത്തേക്കാളും മുന്നലാവണം. ഹജ്ജിക്ക് ഇഹ്റാം ആക്കുന്നത് എല്ലാത്തേക്കാളും ഇഹ്റാമാണ്. പിന്നെ അറഫയിൽ നിൽക്കുക എന്നുള്ളത് രണ്ടാമത്തേത്. പിന്നെ തവാഫ്, അത് സഈയേക്കാൾ മുന്നലാവണം. അതിപ്പോ ഈ കുതൂമിടെ തവാഫ് ഉണ്ട്, ഞങ്ങൾ ഹജ്ജിക്ക് ഇഹ്റാം കെട്ടിയാനിക്ക് പോയിട്ട് ഒരു തവാഫ് ആക്കേണ്ടതുണ്ട്, കുതൂമിടെ തവാഫ്. ആ കുതൂമിടെ തവാഫ് ആക്കിയ ഉടനെ സഈ ആക്കിയാൻ കണ്ടെങ്കിൽ അപ്പൊ അവിടെ സഈ ബീഡിത്ത് സഈ സഫ മറുപടി സഈ ചെയ്യാം. അപ്പൊ ഈ കുതൂമിടെ തവാഫ് ആക്കിയാൽ പിന്നെ സഈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താക്കണം, ഇഫാദത്തിലെ തവാഫ് ആയാൽ പിന്നെ ആയിട്ട് സഈ ചെയ്യേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 ഫർള് എന്നെങ്കിൽ ഇഹ്റാം, അതുപോലെ അറഫയിൽ നിൽക്കുക, തവാഫ്. ഈ 3 എന്താക്കണം, തർത്തീബാവണം. അപ്പൊ തവാഫിനെ സഈയേക്കാൾ തവാഫ് മുന്നലാവണം എന്നുള്ളത്. അപ്പൊ ഹജ്ജിലെ ഫർളുകളായിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ വിവരിച്ചത്. ഇനി ഹജ്ജിക്ക് വാജിബാത്തുകളുണ്ട്. വാജിബാത്തുകൾ ചെന്നെങ്കിൽ വാജിബാത്തും ഫർളും ചെന്നെങ്കിൽ രണ്ടും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്ന് തന്നെ. പക്ഷേ ഫർളുകൾ വിട്ടുപോയെങ്കിൽ അതിൽ എന്താക്കുകയില്ല, അത് അങ്ങനെ തന്നെ ചെയ്യണം. വാജിബാത്തുകൾ വിട്ടുപോയെങ്കിൽ അതിലെ പരിഹരിക്കുകയുള്ളൂ, അതിലെ സമാക്കുകയുള്ളൂ. അതിലെ ഇൻഷാ അല്ലാഹ് വാജിബാത്തുകൾ ചെല്ലാം. അപ്പോ ആ വാജിബാത്തിൽ ഒന്നാമത്തേത് മീഖാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടുക എന്നുള്ളത്. ഹജ്ജിക്ക് ഇന്ന പ്ലേസിൽ ഇഹ്റാം ആക്കേണ്ടതുണ്ട്, ആ പ്ലേസിൽ പോയിട്ട് ഇഹ്റാം ആക്കുക എന്നുള്ളതും. 2 മുസ്ദലിഫയിൽ രാപ്പാർക്കിടേച്ചുള്ള ജാവു മുസ്ദലിഫയിൽ നിൽക്കുക എന്നുള്ളതും. മുസ്ദലിഫ അത് പെരുന്നാളിലെ ജാവ് പാതി ആയാൽ പിന്നെ എവിടെ വേണം, മുസ്ദലിഫയിൽ വേണം. ആ മുസ്ദലിഫ ചൊല്ലിയ ജാഗയിൽ. പിന്നെ അയ്യാമു തശ്രീഖിടെ ജാവും. അയ്യാമു തശ്രീഖ് ഒന്ന് പെരുന്നാളിലെ പിത്യാണ്ട്, അതിലെ പിത്യാണ്ടുള്ള ഈ 3 ജാവുകളിൽ അതിലെ 3 ജാവുല് മിനയിൽ വേണം. 4ാമത്തേത് ജംറാത്തുകളിലേക്ക് കല്ലെറിയണം. 3 ജംറാത്തുകൾക്ക് കല്ലെറി. 5ാമത്തേത് ലാസ്റ്റ് എല്ലാ ഞങ്ങൾ മക്കത്തെ എല്ലാ സ്വറദ്ദീനിൽ പിന്നെ മക്ക വിട്ടുപറമ്പ് ചെയ്ത തവാഫുണ്ട്, വിദാഇയുടെ തവാഫും ചൊല്ലതുക്കും. ഇത് ഹജ്ജിലെ വാജിബാത്തിൽ പെട്ടതായിരിക്കും. അപ്പൊ ഈ ചൊന്ന ഈ 5 വാജിബാത്തുകൾ ഇതിൽ നിന്നൊന്ന് വിട്ടുപോയെങ്കിൽ അവിടെ അതിലെ മൃഗത്തെ അറുത്തു കൊടുത്തുകൊണ്ട്, ഉദ്ഹിയത്തിലെ മൃഗം അറുത്തു കൊടുക്കും പോലെ അവിടെ അറുത്തു കൊടുത്തുകൊണ്ട് അതിനെ പരിഹരിക്കുക. ഇപ്പൊ ഇഹ്റാം കെട്ടത് മീഖാത്തിൽ നിന്നായില്ലെങ്കിൽ, മുസ്ദലിഫയിൽ ജാവ് താമസിച്ചില്ലെങ്കിൽ, മിനയിൽ ജാവ് താമസിച്ചില്ലെങ്കിൽ അതിലെല്ലാം പരിഹരിക്കുള്ള വ്യവസ്ഥയുണ്ട്. അതേ സമയത്ത് ഫർദുകളെ പരിഹരിക്കുകയില്ല. അപ്പൊ ഹജ്ജിലെ 6 ഫർദും 5 വാജിബാത്തുകളായിട്ട് ഇപ്പൊ ഞാൻ വിവരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിന് ബാക്കിയുള്ളത് ഈ ഫർദും വാജിബാത്തുകളെല്ലാം വിട്ടേന് കണ്ടെങ്കിൽ പിന്നെയുള്ളതെല്ലാം ഹജ്ജിലെ സുന്നത്തുകളായിട്ട്. ഇൻഷാ അല്ലാഹ് ഇതിന് ബാക്കി ഓരോന്നും നമുക്ക് ഓരോ ക്ലാസ്സിലായിട്ട് അതിനെ വിശദീകരിച്ച്
വിവരിക്കാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നല്ലത് കേൾക്കുക, അനുസരിക്കുക, പ്രവർത്തിക്കുക, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുക, സിയാറത്ത് നിർവഹിക്കുക. അള്ളാഹു നമുക്കും ഈ വർഷത്ത് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.